ഇത് റീ റിലീസ് പടങ്ങളുടെ സമയമാണല്ലോ. എന്തായാലും തട്ടുമ്പുറത്തിരിക്കുന്ന എല്ലാ പടങ്ങളും ചറവറ എന്ന് 4Kയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ തിയേറ്ററിലോട്ട് ഇറക്കിയോടെ നമുക്ക് ഉറപ്പാണ്. ഈ ഇടയ്ക്ക് രാവണപ്രഭു ഇറക്കിയിട്ട പോലെ. സോ ഈ ഇറക്കി വിടുന്ന പടങ്ങളെല്ലാം കാണാൻ മാത്രം വൃത്തിയാണോ, നമ്മൾ മെനക്കെട്ട് പോകുന്നതിന് നമ്മൾ കൊണ്ട് കാശ് കൊടുക്കുന്നതിനൊക്കെയുള്ള വെറുത്തുണ്ട് പടങ്ങൾ നോക്കാൻ വേണ്ടി നമുക്ക് ഈ പടങ്ങളെല്ലാം ഒന്ന് ടയർ ലിസ്റ്റിലോട്ട് പ്ലേസ് ചെയ്യാം. സോ വെൽക്കം ടു തരംമീറ്റർ മൂവി. ഇപ്പോൾ ഇറക്കിയോട്ടെ രാവണപ്രഭു തന്നെയാണ്. തിയേറ്ററിലും എല്ലാം നിറഞ്ഞോടിക്കൊണ്ടിരുന്ന പടമായിരുന്നു. ഇതൊരു റീവാച്ച് വർത്ത് മൂവി തന്നെയായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഹൈ മൗണ്ട്സ് ഉണ്ട്, പാട്ടെല്ലാം അടിപൊളിയാണ്, പിന്നെ കൂടുതൽ ആക്ടേഴ്സും എല്ലാം ഒരു മൊത്തത്തിലൊരു വൈബ് പടമാണ്. ഇച്ചിരി എസ്-ടയർ മുന്നോട് മാത്രം ഉള്ളതുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എസ്-ടയർ ഇല്ലെങ്കിലും ഒരു A-ടയർ നമുക്ക് ഇടാം. കാരണം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ കണ്ടിന്യൂഷൻ ആണല്ലോ ഇത് രാവണപ്രഭു. സോ ഫസ്റ്റ് പാർട്ടും കൂടെ കണ്ടിരിക്കേണ്ട ഒരു ആവശ്യകത ഈ പടത്തിന് വരുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഇതൊരു ഗുഡ് മൂവി തന്നെയാണ്. ഇനി അടുത്ത പടം നമുക്ക് നോക്കാം, ആറാം തമ്പുരാൻ. ഈ പടം എവിടെ പോകുന്നു നോക്കിക്കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ എനിക്ക് ഈ സിനിമ രണ്ടും തമ്മിൽ മാറിപ്പോയിരുന്നു, രാവണപ്രഭുവും ആറാം തമ്പുരാനും. കോഴ്സ് രണ്ടും ഏറെക്കുറെ ഒരേ സെറ്റപ്പ്, ഫ്യൂഡൽ മാടമ്പി ലുക്കിൽ ഒരു വലിയ തറവാട്ടിൽ ജീവിക്കുന്ന ഒരു ഗുണ്ടാത്തലവനെ പോലുള്ളൊരു റോളാണല്ലോ, ആൾക്കാരെയൊക്കെ ഭരിക്കുന്ന ഒരു ക്യാരക്ടർ ആണല്ലോ. എനിക്ക് പടങ്ങൾ സ്ഥിരം മാറിപ്പോയായിരുന്നു ചെറുപ്പത്തിലൊക്കെ. ഇപ്പോഴും നോക്കുകയാണെങ്കിൽ ആറാം തമ്പുരാനിൽ പ്രത്യേകിച്ച് അങ്ങനെ ഓർത്ത് വയ്ക്കാൻ മാത്രമുള്ള മൊമെൻറ്റ്സ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ റീ റിലീസ് ചെയ്തോട്ടെ, തിയേറ്ററിൽ എന്തായാലും ആളലക്കമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ കാശ് കൊടുത്തു പോയി കാണേണ്ട പടമാണോ വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് ആ ഒരു ഫീൽ കിട്ടിയിട്ടില്ല. ഇതൊരു രാവണപ്രഭുവിൻ്റെ ചീപ്പ് ക്ലോണായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. സോ വെറുതെ ഒരു നേരം പോയി കാണാം. സോ ഐ വിൽ പുട്ട് ദിസ് മൂവി ഇൻ ദ C-ടയർ. സോ അടുത്ത മൂവി നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈന ടൗൺ ഇറങ്ങിയ സമയത്ത് കുറേ ക്രിറ്റിസിസം കേട്ടിരുന്ന പടമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് അഭിപ്രായം കിട്ടിയൊരു പടം തന്നെയായിരുന്നു ചൈന ടൗൺ. വലുതായിട്ട് ഓടിയതായിട്ട് എൻ്റെ ഓർമ്മയൊന്നുമില്ല. അതായത് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പടം ഇറങ്ങിയിട്ടായിരുന്നു. അപ്പോഴുള്ള മൗത്ത് പബ്ലിസിറ്റിയുടെയും എല്ലാത്തിൻ്റെയും ബേസിലാണ് പറയുന്നത്. ഫിനാൻഷ്യൽ സക്സസ് ആണെന്ന് എനിക്കറിയില്ല, നമ്മൾ അതല്ലല്ലോ നോക്കുന്നത്. സോ ഈ പടം റീ റിലീസ് വർത്താനം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡെഫിനറ്റ്ലി ഒരു എസ്-ടയർ പടമായിട്ട് ഞാൻ കാണുന്നത്. എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു ഓളമുള്ള ഒരു പടമാണ്. റീ റിലീസ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇറക്കി വിടുന്ന പടങ്ങൾ തന്നെയാണ് ഞാൻ റിലീസ് വർത്തായി കണക്കാക്കുന്നത്. ലാലേട്ടൻ്റെ ആക്ടിങ് ആണെങ്കിലും കൂടെയുള്ള ദിലീപിൻ്റെയും ജയറാമിൻ്റെയും ഒക്കെ ആണെങ്കിലും മൊത്തത്തിലൊരു വൈബ് സെറ്റപ്പാണ്. ഇങ്ങനത്തെ പടം തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തിയേറ്ററിൽ പോയി കാണുന്നത്. ചിരിച്ച് ഒരു ചിൽ മൂഡിൽ കാണേണ്ട പടം തന്നെയാണ്. സോ ഐ വിൽ പുട്ട് ദിസ് മൂവി സ്ട്രൈറ്റ് അപ്പ് ഇൻ ദ സ്റ്റയർ. ഇനി അടുത്ത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എവിടെ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീലം കട. ഇതും എനിക്ക് രാവണപ്രഭു ആറാം തമ്പുരാൻ പോലെ ഒരേ ടൈപ്പ് കാസ്റ്റിംഗ് ആയതുകൊണ്ടാണ് തോന്നുന്നു രണ്ടും എനിക്ക് പണ്ട് മാറിപ്പോയിരുന്നു. പിന്നെ ഇതൊരു സീരിയസ് ടോണുള്ള പടമാണ്. ഇപ്പോൾ ദിലീപിനാരത്തിൽ സുരേഷ് ഗോപി ഉള്ളത്, പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ തോന്നുന്നു പടത്തിൻ്റെ ആ ഒരു മൊത്തത്തിലൊരു ടോൺ തന്നെ ഒരു ത്രില്ലർ ടൈപ്പിലോട്ട് പോയി. പ്രത്യേകിച്ച് ഓർത്തിരിക്കാൻ ഉള്ള സന്ദർഭങ്ങളൊന്നും ഈ പടത്തിലില്ല. ഞാകുള്ളത് സാഹചര്യം കൊണ്ട് ഗുണ്ടയായി മാറിയ നമ്മുടെ ലാലേട്ടനും സുരേഷ് കൃഷ്ണനെ പുള്ളിയെ മോചിച്ചതൊക്കെയാണ് ആൾക്കൂടെ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത്. സോ അത് മാത്രമേ എനിക്ക് പടത്തിലുള്ളൂ. സോ ഇത് റീ റിലീസ് ആക്കുന്ന വെച്ചാൽ സുരേഷ് കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചിലപ്പോൾ പോകുമായിരിക്കും. സോ അത്രയേ ഉള്ളൂ. സോ ഐ വിൽ പുട്ട് ദിസ് മൂവി ഇൻ ദ C-ടയർ ഓൺലി. നോക്കിക്കഴിഞ്ഞാൽ ആറാട്ട് റീ റിലീസ് വർത്തനം വെച്ചാൽ ഈ ഇടയ്ക്ക് ഇറങ്ങിയ പടം തന്നെയാണ്, 2-3 കൊല്ലമായിട്ടുള്ളൂ. പക്ഷെ റീ റിലീസ് വർത്തനം വെച്ചാൽ ഡി ഡീൻ്റെ അത്ര മോശമായ ഒരു പടം എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഈ പടം ഏല് കൊണ്ടുപോയിടും. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പോയി തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. ലാലിൻ്റെ ഫാൻ ആയതുകൊണ്ടായിരിക്കാം ഫസ്റ്റ് ഡേസ് തന്നെ പോയി കണ്ടു. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. എനിക്കറിയാം ആൾക്കാരെന്തായാലും ഇതിനെതിരെ അഭിപ്രായം പറയുള്ളൂ. പക്ഷേ ഒരു ഫൺ മൂഡിൽ കണ്ടുകഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ പടം തന്നെയാണ്
ഇത് ഒരുപാട് നമ്മൾ ചിന്തിച്ച് കൂട്ടി കാണുമ്പോഴുള്ള പ്രശ്നമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആറാട്ട്. പിന്നെ അതുപോലെ തന്നെ ആറാട്ടെന്ന് പറഞ്ഞ പോലെ പ്ലാൻഡ് ആയിട്ട് ഇതിനെതിരെ ഒരു അറ്റാക്ക് നടന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വളരെ നല്ല പടമാണെന്ന് പറയില്ല, റീ റിലീസ് വെറുതെ പോയി ആ ഒരു വൈബിൽ കാണാൻ പറ്റിയ നല്ല പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫുള്ള് ഇല്ലോജിക്കൽ സീൻസ് ഒക്കെ ആണെങ്കിലും ആ ഒരു ഹൈ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ പടം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ആറാട്ട്. പിന്നെ നമ്മുടെ ആറാട്ടണ്ണൻ്റെയും കൂടെ ഒരു പോപ്പുലാരിറ്റി കൂടുതലുകൊണ്ട് ഡെഫിനറ്റ്ലി ഇത് അറ്റ്ലീസ്റ്റ് വിനീതയിൽ ഇറക്കി വിട്ടാൽ അല്ലെങ്കിൽ കുറച്ച് കാശ് ഉണ്ടാക്കും. ഇത് ഇറക്കി വിട്ടാൽ മേ ബി ഞാൻ പോയി കാണും. നമുക്ക് അടുത്ത പടം നോക്കാം. ദൃശ്യം. ദൃശ്യം റീ റിലീസ് നടത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ മൂവി ഞാൻ ഇതിനെ എസ് ടയറിൻ്റെ മുകളിൽ എന്തെങ്കിലും പോസ്റ്റിനെ കൊണ്ടുപോയിട്ടുണ്ടാവും. പക്ഷേ റീ റിലീസ് നടത്തണമെന്ന് വെച്ചാൽ അല്ല, ഡെഫിനറ്റ്ലി അല്ല. എന്തുകൊണ്ട് ഡീൽ കൊണ്ടിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടത്തിൽ പ്രത്യേകിച്ച് നമുക്കാണ് ഓർത്തിരിക്കാനായിട്ട് ഒരു ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ. സോ ക്ലൈമാക്സ് കേരളത്തിലെ 3.5 കോടി ആൾക്കാർക്ക് അറിയാം. സോ ഇത് തിയേറ്ററിൽ ഇറക്കി വിട്ടിട്ട് ആ ഒരു ഹൈ മൊമെൻ്റ് പടത്തിന് പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്കൊരു ഉറപ്പില്ല എന്നല്ല, ഒരു ഉറപ്പാണത് നടക്കില്ല. സോ റീ റിലീസ് വെറുത്തായിട്ട് ഇതിലാണ് നല്ല മൊമെൻറ്റ്സ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു ത്രില്ലർ ടൈപ്പ് പടമാണ്. ഹൈ മൊമെൻറ്റ്സ് ഒന്നുമില്ല, പാട്ടില്ല, മീൻസ് ഹൈ മൊമെൻറ്റ്സ് കിട്ടുന്ന പാട്ടൊന്നുമില്ല, ഫൈറ്റ് ഒന്നുമില്ല. സോ ഇത് റീ റിലീസ് വർത്തല്ല. സോ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു പടം ഒന്ന് റീ റിലീസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് കളയരുത്. സോ അടുത്ത് ലൂസിഫർ നോക്കാം. ലൂസിഫർ എസ്റ്റാർ പടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫർ നല്ലൊരു ഹിറ്റായിരുന്നു. വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പടം. വൺ ടൈം വാച്ചബിൾ തന്നെ പടം ഒരു സ്ലോ പേസിൽ പോകുന്നൊരു പടമാണ്. സോ ബീരിടാം എന്ന് പറഞ്ഞാൽ പടം നല്ല ലോങ് ആയ പടമാണ്. സോ അതിന് മാത്രമുള്ള ഹൈ മൊമെൻറ്റ്സ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ അത് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പടത്തിൽ ഫസ്റ്റായിട്ട് എനിക്ക് ഹൈ മൊമെൻറ്റ്സ് ആയിട്ട് തോന്നുന്നത് തന്നെ ടോവിനോൻ്റെ സീനാണ്. സോ ലാലേട്ടൻ്റെ ഒരു പടത്തിന് റിലീസ് ചെയ്യുമ്പോൾ ഉള്ളതിലെ പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് ടോവിനോ ആകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് ഒരു എഫക്റ്റ് കിട്ടില്ല ഞാൻ പോയി റിലീസ് കാണുകയാണെങ്കിൽ. സോ ഇതിപ്പോൾ റിലീസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മെല്ലെ ഇറക്കി വിട്ടാൽ മതി, ഒരു ധൃതിയില്ല. ഈ ലിസ്റ്റിലെ വേറെ പടങ്ങൾ കൂടെ പരിഗണിച്ചിട്ട് മെല്ലെ കണ്ട് ഇറക്കി വിട്ടാൽ മതി എന്നാണ് ഈ പറയാനുള്ളത് ആകെ. സോ നമുക്ക് അടുത്ത പടം നോക്കാം. സ്പിരിറ്റ്. ഇതും ദൃശ്യം പോലെ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പടമാണ്. ലാലേട്ടൻ അവസാനമായിട്ട് എനിക്ക് അഭിനയം കൊണ്ട് ഇഷ്ടപ്പെട്ട പടം ചോദിച്ചാൽ എനിക്ക് സ്ട്രെയിറ്റ് ഞാൻ പോകുന്നത് തുടരൊന്നുമല്ല, അതിന് പുറകോട്ട് പോയി സ്പിരിറ്റിലടക്കി നിൽക്കുക. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു. പിന്നെ പലരിലും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു പടം തന്നെയായിരുന്നു. പക്ഷെ ദൃശ്യം പോലെ തന്നെ ഇത് റീ റിലീസ് നടത്തണം വെച്ചാൽ അല്ല, ആ ഒരു സ്ലോ പേസ് സാഡ് പേസ് മൂഡുള്ള പടമാണ്. സോ റിലീസ് ചെയ്യില്ല എന്നെനിക്ക് ഉറപ്പാണ്. സ്റ്റിൽ നല്ലൊരു പടം ഡീറ്റെയിലോട്ട് എത്തുന്നത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. സോ ഇതെന്തായാലും ഇറക്കി വിടുക എനിക്ക് ഉറപ്പാണ്. നല്ല പടമാണെങ്കിൽ കൊണ്ട് മാത്രം നമുക്ക് റീ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തെളിവ് തന്നെയാണ് ദൃശ്യവും സ്പിരിറ്റും. ഇപ്പോൾ മമ്മൂക്കാൻ്റെ സിനിമയൊക്കെ ഇതുപോലെ ഇറക്കി വിടുമെന്ന് എനിക്കറിയാം. സോ ഇതൊരു ഫാക്ടറാണ്. നമുക്ക് റിലീസ് വർത്താണെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. പടം എത്ര നല്ലതായിട്ടും കാര്യമില്ല. അവരൊക്കെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ല പടമാണ്, അതിനൊരു അഭിപ്രായവും ഒരു എതിരഭിപ്രായവും ഇല്ല. പക്ഷേ റീ റിലീസ് ചെയ്താൽ ആരെയും പോയി തിയേറ്ററിൽ കാണുമെന്നെല്ലാം കൂടെ നമ്മൾ ആലോചിക്കണം. പകരം മായാവിയോ തുറപ്പുകയാനോ രാജവാണിക്കൊക്കെ ഇറക്കി വിട്ടതിനാൽ മെയിൻലി ആ മായാവിയൊക്കെ ഇറക്കി വിട്ട് ഞാൻ തന്നെ പോയിട്ട് 2 വട്ടം കാണും. സോ നമ്മൾ ആ ഒരു അടുത്ത പടമാണ് കൺസിഡർ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി റീ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് അടുത്ത പടം നോക്കാം ലിസ്റ്റിലെ മനുഷ്യർ താഴ്. ഇത് റീ റിലീസ് ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. ഇതൊരു ബി ടയറിലായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും മെയിനായിട്ടൊരു ഹൈ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ലാസ്റ്റിൽ തന്നെയാണ്. നമുക്ക് ഓൾറെഡി അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ പടം മൊത്തത്തിൽ നമ്മൾ പിടിച്ചെടുത്താൽ മാത്രം ഒരു കെൽപ്പി പടത്തിനില്ല. പക്ഷേ പടം ഒരു ഫൺ മൂഡ് പടം ആയതുകൊണ്ട് തന്നെ ദൃശ്യം പോലെ പടത്തിന് തഴഞ്ഞിട്ടില്ല, മേലെ കൊണ്ടുപോയിട്ടു. നമുക്കൊരു വൈബിൽ കണ്ടുകൊണ്ടിരിക്കാം. സോ റീലീസ് വർത്തായിരുന്നു ചോദിച്ചാൽ ആണ് ഒരു ബി ടയർ. വളരെ നല്ല റീലീസ് വർത്ത് പടമല്ല. ആസ് എ പടം ദിസ് ഈസ് സ്ട്രേറ്റ് അപ്പ് ബെസ്റ്റ് ടയർ. ചെറിയ റിലീസ് വർത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് ബീൻ്റെ മുകളിലോട്ട് ഡെഫിനറ്റ്ലി പോകില്ല. സോ നരൻ.
എനിക്കറിയാൻ നിങ്ങളിൽ പലരും വെയിറ്റ് ചെയ്യുന്നൊരു പടമാണ് നരൻ. ഇത് ഞാൻ കൂടുതൽ ഇങ്ങനെ പറയാനില്ല. ഡെഫിനറ്റ്ലി ടോപ്പ് ടയർ പടം. പടം മൊത്തം ഒരു ഹൈ മൊമെന്റ്സ് ആണ്. നമുക്ക് ആ ക്യാരക്ടറോട് നന്നായിട്ട് ഇങ്ങോട്ട് റിലേറ്റ് ആവും. മുള്ളും കൊല്ലിയും എല്ലാം നമ്മുടെ തന്നെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ ഡെഫിനറ്റ്ലി ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാം കുറേ ഫാൻസൊക്കെ പോസ്റ്റർ കണ്ടു റിലീസ് ചെയ്യേണ്ട പടം ഇതാണ്, നരനെ റിലീസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. സോ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പടം അടിച്ചു തൂക്കും എന്നൊരു ഒരു ഡൗട്ടും ഇല്ല. സോ ഇറ്റ് ഗോസ് സ്ട്രൈറ്റ് ടു ദ സ്റ്റൈൽ. ഇനി അടുത്തത് പുലിമുരുകൻ. ഇത് പിന്നെ ഒന്നുമില്ല ഈ പടത്തിൽ. ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് ദഹിക്കാത്തൊരു പടമായിരുന്നു. ഇതിലിടുന്ന എൻ്റെ പെർസ്പെക്റ്റീവാണ്. സോ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു പടം മേ ബി പിള്ളേർക്ക് വേണ്ടി ടയർ അത്രേ ഉള്ളൂ. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ ആസ് എ പടം വൻ തോൽവിയാണ്. സോ ഐ വുഡൻ റെക്കമെൻഡ് ടു റിലീസ് ദിസ് മൂവി ബിഫോർ ചൈനടൗൺ എന്നാണ്. ആസ് എ മൂവി വെറുതെ കണ്ടിരിക്കാം. മേ പിള്ളേരെയും കൊണ്ട് ഒന്നുകൂടെ പോവാം. മേ ബി 3D ഒക്കെ ചെയ്ത് ഒന്ന് കളർഫുള്ളാക്കി ഇറക്കാം, പിള്ളേരെയൊക്കെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ ആസ് എ മൂവി ഇത് അങ്ങനെ തന്നെ ഇറക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആരും പോയി പടം കാണുമെന്നുള്ളത്. സോ ലിസ്റ്റിലെ ലാസ്റ്റ് പടം നമുക്ക് നോക്കാം. ഹലോ. ഇതങ്ങനെ ഫാൻസ് പോലും ഓർത്ത് കാണാത്തൊരു പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഡെഫിനറ്റ്ലി ഇതാണ് എൻ്റെ എസ്സിന് മേലെ ഒരു ടയറുണ്ടെങ്കിൽ കൊണ്ടുപോയിടുന്നൊരു പടമായിരുന്നു ഹലോ. എന്തോ എനിക്ക് വളരെ ഇഷ്ടമുള്ള പടമാണ്. ഈ പടം ഓടിയൊന്നും എനിക്കറിയില്ല, പക്ഷേ മൊത്തത്തിൽ ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു. പുള്ളിയുടെ അഭിനയം എന്നൊക്കെ പറയുമ്പോൾ പലരും ഈ വാനപ്രസ്ഥമൊക്കെ പറയുന്നതിൻ്റെ കൂടെ വിട്ടുപോകുന്ന പടമാണ് ഹലോ. എന്നാൽ ഇങ്ങനെ ഒരു എനർജറ്റിക് ആയിട്ട് ആ ഒരു ഡ്രങ്കാർഡായിട്ട് പുള്ളി അഭിനയിച്ചത് അത്രയും ഒരു നമുക്കൊരു ആ ഒരു എഫിഷ്യൻസി ഒരു എഫക്റ്റീവായിട്ട് പുള്ളി ഒരു ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങോട്ട് ചെയ്ത് തീർത്തൊരു പടമാണ്. പുള്ളി ചെയ്തുകൊണ്ടാണ് ഒന്ന് ആരും അങ്ങോട്ട് ഓർക്കാണ്ടിരുന്നത്. ഒക്കെ വേറെ ചെയ്താണെങ്കിൽ കരിയർ ബെസ്റ്റ് ആയിരിക്കും കൺസിഡർ ചെയ്ത് തന്നെ. പടത്തിൽ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. പക്ഷെ ആ ഒരു പടം എന്നുള്ളത് റിലീസ് വർത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ലൊരു മൂവി ഇല്ല. എന്നാൽ മൊത്തത്തിലൊരു ഹൈ മൊമെൻറ്റ്സ് ഉള്ളൊരു പടമാണ്. പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും മൊത്തത്തിൽ ഒരു കളർഫുൾ പടം. ഇതാണ് റിലീസ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിൽ വരുന്നത് ഡെഫിനറ്റ്ലി ഈ പടം തന്നെയാണ്. ഇത് തന്നെയായിരിക്കും നിറഞ്ഞോടാൻ പോകുന്നത്. സോ ദിസ് ഈസ് മൈ ലിസ്റ്റ്. അടുത്ത് തന്നെ ഞാൻ വേറെ ലിസ്റ്റുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. സോ അതുവരെ സ്റ്റേ ട്യൂൺഡ്. സൈനിങ് ഓഫ് തരംവിട്ട. താങ്ക് യു.